ലോണിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, സഫാരി കാസ് ലോൺ കൊടുക്കുന്നില്ല. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എല്ലാ വീഡിയോസിലും സ്റ്റാർട്ടിങ് തൊട്ട് ചെയ്യുന്ന വീഡിയോസ് പറയാറുണ്ട് ലോണിന്റെ കാര്യം, ലോൺ കൊടുക്കാറില്ല. വണ്ടിനെ പറ്റി അറിയുന്ന ആളുകളുണ്ടല്ലോ, ഇത് സർവീസും കാര്യങ്ങളും ചെക്ക് ചെയ്ത് ഈ വണ്ടി എടുക്കും. കാരണം കംപ്ലൈന്റ് ഇല്ല. ഓക്കെ. പക്ഷേ ഫുള്ള് ബെൻസിന്റെ ഓതറൈസ്ഡ് ഷോറൂമിൽ നിന്ന് സർവീസിൽ പോകുന്ന വണ്ടി, പ്രോപ്പർ ഇന്റർവെൽ സർവീസ് ഫുള്ള്. അതാണ് നമുക്ക് കസ്റ്റമർക്ക് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഇന്ത്യയുടെ മറ്റൊരു വണ്ടിയാണ് മഹീന്ദ്രയുടെ XUV 300. 24,000 കിലോമീറ്റർ മാത്രം ഓടിയ 21 മോഡൽ 22 രജിസ്ട്രേഷൻ വരുന്ന GT പ്ലസ് ടൈഗൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓട്ടോമാറ്റിക് വാഹനമാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു ബൈക്ക് വാങ്ങാൻ മോഹിച്ചിട്ട് ഒരു ബൈക്ക് ഒരാൾ കൊടുത്തപ്പോൾ അത് ആൾ തിരിച്ചു വാങ്ങി, വേറൊരു ആവശ്യത്തിൽ അയാൾ തിരിച്ചു വാങ്ങി. അങ്ങനെ ആ ഒരു ബൈക്ക് ആഗ്രഹിച്ച് മോഹിച്ച് കൈ കിട്ടിയ ഒരു ബൈക്ക് നഷ്ടപ്പെട്ടൊരു വ്യക്തി. ആ വ്യക്തി പിന്നീട് ബൈക്കിൻ്റെ ചെറിയൊരു സെക്കൻഡ് ഹാൻഡ് ബൈക്കുകളുടെ ഷോറൂം തുടങ്ങി. അത് പിന്നെ വളർന്ന് പിന്നെ കാറുകളിലേക്ക് എത്തി. കാറുകൾ ഇപ്പോൾ വളർന്ന് ഒരുപാട് കാറുകളായി, സഫാരി കാസായി. ശരി, ഇന്റർവെയർ ലെവലല്ലോ. നമ്മുടെ കൂടെ ഉണ്ട് അൻഫാൽക്കാണ് ആ വ്യക്തി. സന്തോഷം. ഓക്കെ. അപ്പോൾ അൻഫാൽക്കയുടെ കഥ ഈ ചോറുകളിലുണ്ട്, 2 ഷോറൂമുകളിലും ചോറുകളിലുണ്ട്. ഓക്കെ. നമ്മളെ കഴിഞ്ഞ ഒരു എപ്പിസോഡ് നമ്മൾ കാണിച്ചിട്ടുണ്ട്, പ്രീമിയം സെഗ്മെന്റുകൾ കാണിച്ചു. ഫസ്റ്റ് ഷോറൂമില്ല, പഴയ ഷോറൂമിലുള്ള വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സ്റ്റോക്കിൽ എല്ലാ സെഗ്മെന്റും വരുന്നുണ്ട്. പ്രീമിയം മാത്രമല്ല, എല്ലാം ഉണ്ട്. എല്ലാം മിക്സ് ആക്കിയിട്ടാണ് കാണിക്കാം. അൻഫാൽക്ക, ഈ ലൊക്കേഷൻ ഒന്ന് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ. 2 കരുവാരകുണ്ട്, ഒന്ന് കൊടുങ്ങല്ലൂരുണ്ട്. കസ്റ്റമർ തെറ്റിപ്പോലൊക്കെ മാറിണ്ട. മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട്, നിലമ്പൂര്, പെരിന്തൽമണ്ണ, മഞ്ചേരി, മണ്ണാർക്കാടിന്റെ ഒക്കെ സെന്ററായിട്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് കറക്റ്റ് ലൊക്കേഷൻ, അത്രേ ഉള്ളൂ. അതേപോലെ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ സഫാരി കാർസ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ സഫാരിന്റെ പല കോൺടാക്ട് നമ്പർക്കും പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വെരിഫൈ ചെയ്തിട്ട് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ. ഇവരുടെ തന്നെ ഉറപ്പ് വരുത്തിട്ട് അത്രേ ഉള്ളൂ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ലൊക്കേഷൻ അതാണ്. ബാക്കി എല്ലാ സെഗ്മെന്റ് വണ്ടികളുണ്ട്, നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം. അൻഫാൽക്ക, എല്ലാ വണ്ടിയും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. തീർച്ചയായിട്ടും. അതെ, നമ്മളൊരാളെയും ബുദ്ധിമുട്ടിലാക്കൂല. ഇപ്പൊ ഇവിടെ വരുമ്പോ ഇനിയിപ്പോ നമുക്ക് ചെറിയ വിലന്റെ വണ്ടി ഉണ്ടല്ലോ, അതിന് അതിൻ്റെതായ ഗ്യാരണ്ടി വാറണ്ടി, മോഡൽ കൂടിയതിന് അതിൻ്റെതായ രീതിയിൽ എല്ലാ രീതിയിലും കസ്റ്റമർക്ക് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ചെയ്യാം. അത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് വീഡിയോയിലോട്ട്. 3 മഹീന്ദ്ര ഥാറുകൾ നിരത്തിയിട്ടുണ്ട്. അതെ, അവിടുന്ന് തുടങ്ങാം. ഫസ്റ്റ് വണ്ടി ഇത് 2018 മോഡല് ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ. ഇത് ഏകദേശം 50,000 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ, 45,000 മുകളിൽ ഓടിയിട്ടുള്ളൂ. 4 വീൽ ഡ്രൈവ് വരുന്ന, മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന, ഡീസൽ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. ചെറിയൊരു മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും മോഡിഫിക്കേഷൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ അല്ലാത്ത കസ്റ്റമർക്ക് ഇത് ഒറിജിനൽ ലുക്കിൽ ആക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ആക്കി കൊടുക്കും. ഓക്കെ. അപ്പോൾ ഇതിനിപ്പോൾ എത്രയാ? ഇത് നമ്മൾ 8,75,000 രൂപ. 8,75,000 2018 ലോ കിലോമീറ്റർ ആണ്. 4x4. ഓക്കെ. അപ്പോൾ പഴയ ഷേപ്പ് ഇഷ്ടപ്പെടുന്ന പലരും ഉണ്ട്. ബാക്കിൽ ഒരുപാട് ആൾക്കാർക്ക് യാത്ര ചെയ്യാം. അതെ, 2 ബെഞ്ച് സീറ്റാണ്. അപ്പോൾ അതത്രേ ഉള്ളൂ. അത്യാവശ്യം മോഡിഫിക്കേഷനും ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഹെഡ്ലൈറ്റ് ഉണ്ട്, നല്ല ബമ്പർ കാര്യങ്ങളൊക്കെ. ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ്. ഒക്കെ ചെയ്ത വണ്ടിയാണ്. ഓക്കെ. അതൊക്കെ ഇല്ലീഗലാണ്. നമ്മൾ പറഞ്ഞിട്ട് കൊടുക്കാം, ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം. അപ്പോ അടുത്ത താറ് പറയുമ്പോ 2021 മോഡലിൽ വരുന്ന ന്യൂ ഷേപ്പിൽ വന്ന പെട്രോൾ എഞ്ചിൻ വന്ന വണ്ടി. ഇത് 17,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ എഞ്ചിനിൽ മാനുവല്. ഇനി ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് ഓട്ടോമാറ്റിക് ഉണ്ട്. ഇത് മാനുവല് 21 മോഡല് 17,000 കിലോമീറ്റർ ഓടിയ നല്ല ക്ലീൻ ആൻഡ് നീറ്റിലുള്ള ഒരു വണ്ടിയാണ്. ഒരു സ്പെഷ്യൽ കളറുമാണ്. ഇത് നമുക്ക് ഫൈനല് 13,75,000 രൂപ. 13.25 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ഇതില് ലോണിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, സഫാരി കാസ് ലോൺ കൊടുക്കുന്നില്ല. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എല്ലാ വീഡിയോസിലും സ്റ്റാർട്ടിങ് തൊട്ട് ചെയ്യുന്ന വീഡിയോസ് പറയാറുണ്ട് ലോണിന്റെ കാര്യം, ലോൺ കൊടുക്കാറില്ല. നിങ്ങൾ ലോണിന്റെ അറേഞ്ച്മെന്റ് ടൈമും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തരും. കസ്റ്റമർക്ക് വന്നാൽ അഡ്വാൻസ് ചെയ്യാം, 10 ദിവസം നമുക്ക് സമയം കൊടുക്കാം. അവർ ലോൺ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഫണ്ട് തന്നോട്ടെ. ചില ആളുകൾ ഇവിടെ വന്ന് മടങ്ങുമ്പോൾ ലോൺ ഇല്ല എന്ന് പറയുമ്പോൾ അവർ ദേഷ്യപ്പെടാറുണ്ട്. ഫോണിൽ വിളിക്കുമ്പോൾ ലോൺ ഇല്ല അറിയുമ്പോൾ ദേഷ്യപ്പെടാറുണ്ട്. നമ്മൾ ഒരു വീഡിയോയിൽ പോലും ലോൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, ലോൺ ഇല്ല എന്നാണ് നമ്മൾ പറയല്. പക്ഷെ ഇത് ഫുള്ളായിട്ട് ചിലപ്പോൾ വീഡിയോ കാണാത്ത ആൾക്കാരൊക്കെ ഒറ്റയടിക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയുന്നത്. എല്ലാ വീഡിയോസിലും അത് കസ്റ്റമർക്ക് ഇടാൻ പറ്റൂല നമ്മൾ പറയില്ല. കസ്റ്റമർക്ക് ഇപ്പോൾ ഇതുവാണെങ്കിൽ അവരെ ഇഷ്ടമാണ്, അവർക്ക് ലോൺ ചെയ്യുക, അവർ എങ്ങനെ ഫണ്ട് റെഡി ആക്കിയിട്ട് നമുക്ക് 10 ദിവസം വരെ ഹോൾഡ് ചെയ്യാം. കസ്റ്റമർ ജെന്യൂൻ ആണ്, നമുക്ക് ഓക്കെ എന്ന് തോന്നിയാൽ ഒരു അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് 10 ദിവസം, ഇനിയിപ്പോൾ അത്ര
ഇനിയിപ്പോൾ അത്രയും ജെന്യൂൻ കസ്റ്റമർ ആണെങ്കിൽ 15 ദിവസം വെയിറ്റ് ചെയ്യാനും നമുക്ക് തയ്യാറാണ്. ഓക്കെ, ഇതിപ്പോൾ 13.75 പറഞ്ഞേ? 13.75 2021 മാനുവൽ 4 വീൽ ഡ്രൈവ് വണ്ടി. ഓക്കെ, ഒരു പുതുപുത്ത വണ്ടിന്റെ കണ്ടീഷനാട്ടോ, ഒന്നുമില്ല, ക്ലീൻ വണ്ടി. ഓക്കെ, അടുത്ത ഥാറാണ്. ഇത് 2021 മോഡൽ, റെഡ് ആൻഡ് ബ്ലാക്ക്. ഇത് ഓട്ടോമാറ്റിക്, പെട്രോൾ എഞ്ചിനിൽ ഓട്ടോമാറ്റിക്, ഒക്കെ 4 വീൽ ഡ്രൈവ് ആട്ടോ. ഇതും 4 വീൽ ഡ്രൈവ് ആണ്, ഇതും 4 വീൽ ഡ്രൈവ് ആണ്. ഇത് നമുക്ക് 14.75 ചോദിക്കുന്നത്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് 1,75,000 ആ ഒരു വില മാറ്റം ഉണ്ടാവും. ഇതൊക്കെ ഒരു പുതുപുത്ത വണ്ടി എടുക്കണ ഫീലില് എടുക്കാൻ പറ്റിയ വണ്ടിയാണോ, ധൈര്യമായിട്ട് എടുക്കാം, യാതൊരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇവിടുന്ന് വരുമ്പോൾ ഇപ്പൊ മഴേന്റെ ഒക്കെ ടൈമാണ്, അപ്പോൾ പൊടിയും ചെളിയൊക്കെ നിങ്ങൾ നോക്കണ്ട, കണ്ടീഷൻ അതായിരിക്കും. കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ പുതുപുത്തൻ ഡെലിവറി, അതായത് ഒരു പുതിയ വണ്ടിയാണെന്ന് അവര് നോക്കി നിന്ന് പോണ രീതിയിലാണ് നമ്മൾ ഡെലിവറി കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഫുള്ള് ക്ലിയർ ആക്കി വെച്ചാൽ ഒരു കസ്റ്റമർ ട്രെയിൽ പോയ ചളിയായി. അപ്പൊ നമ്മൾ ഫുള്ള് വാഷ് ചെയ്ത് ക്ലിയർ തന്നെയാണ് വണ്ടികൾ ഇവിടെ ഉണ്ടാവുക. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ ഒന്നും പാടെ പോളിഷിങ്ങും ഇന്റീരിയർ വാഷും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു പുതിയ വണ്ടിന്റെ ഡെലിവറി എങ്ങനെയാണോ അതേമാതിരി നമ്മൾ ഡെലിവറി. ഇപ്പൊ നല്ല വെയിലാണ്, പക്ഷെ നേരത്തെ മുന്നേ വരെ ഒടുക്കത്തെ മഴയായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് അടുത്ത വണ്ടിയിലോട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജീപ്പ് മെറിഡിയൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, 7 സീറ്റർ. ഇന്ന് നമ്മൾ ജീപ്പ് കോമ്പസ് ആയിട്ട് കോമ്പസ്. ഓക്കെ, അത് 40 ലക്ഷം രൂപേന്റെ അടുത്ത് നമ്മൾ വില ഉണ്ട്, 39 ലക്ഷം. ഇത് ഓഫർ പ്രൈസിൽ നമുക്ക് കൊടുക്കാം. ഏതാ മോഡൽ ഇത്? 2017 മോഡല്, 15 മോഡൽ. ഇത് ഹഫ്സിൻ അനിയനാണ്, ബ്രദറാണ്, മൂന്നാമത്തെ ആളാണ്, എന്റെ രണ്ടാമത്തെ അനിയൻ. അപ്പൊ ഇത് നെക്സ്റ്റ് വണ്ടികൾ പരിചയപ്പെടുത്തണ പോകാനാണ്. ചെറിയൊരു മീറ്റിംഗ്, ഞാൻ ഒന്ന് ക്ഷമിക്കണം. അപ്പൊ ഇത് എന്താ വിലപ്പാകത്തിൽ നമുക്ക് കൊടുക്കാം. അതായത് ഒരു ജീപ്പ് കോമ്പസ് 17 ഡീസൽ എഞ്ചിൻ വന്ന സിംഗിൾ ഓണർ വണ്ടി. ഇത്ര മോഡൽ വണ്ടിക്കൊക്കെ എന്തായാലും ഒരു 13, 13.5, 14 റുപ്യനുള്ളിൽ മാർക്കറ്റ് ഉണ്ട്. ഇത് നമ്മൾ 10,90,000 രൂപക്ക് കൊടുക്കും. അടിപൊളി ഓഫർ. 10,90,000 2017 ജീപ്പ് കോമ്പസ്. ഇതിന്റെ കിലോമീറ്റർ പറഞ്ഞു 1,40,000 കിലോമീറ്റർ. 1,40,000 മൈക്കിൽ, അതുകൊണ്ടാണ് 1,40,000 ഓടിയേക്കുന്ന വണ്ടി. പക്ഷെ കമ്പനി റെക്കോർഡ്, കമ്പനി ജെന്യൂൻ സർവീസിൽ പോകുന്ന വണ്ടി റെക്കോർഡ് കൊടുക്കാം. ഇപ്പോൾ ലാസ്റ്റ് സർവീസ് കമ്പനിന്നാ. അപ്പോൾ എടുക്കുന്ന ആൾക്ക് യാതൊരുവിധ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു കിഡിലെ ഓഫറിൽ തന്നെ അവർക്ക് വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ചാൻസ് ആണ് 10.25 ലക്ഷം രൂപയ്ക്ക് ഒരു ജീപ്പ് കോമ്പസ് കൊണ്ടുവരും. ഡീസൽ എഞ്ചിൻ, സിംഗിൾ ഓണർ, ഒറിജിനൽ കേരളയാണ്, ഫാൻസി നമ്പറാണ്, 12 മൈലേജ് കിട്ടും. അതായത് വണ്ടിനെ പറ്റി അറിയുന്ന ആളുകളുണ്ടല്ലോ, ഇത് സർവീസും കാര്യങ്ങളും ചെക്ക് ചെയ്ത് ഈ വണ്ടി എടുക്കും. കാരണം കംപ്ലൈന്റ് ഇല്ല. ഇപ്പൊ നമ്മളാണല്ലോ പറയുന്നത്, ഈ സേഫ്റ്റിയും ഈ ലുക്കും എല്ലാം ഇനി അവർക്ക് കമ്പനി കൊണ്ട് ചെക്ക് ചെയ്യാനുള്ള അവസരം ഇവിടെ ഉണ്ട്. ഒക്കെ നോക്കിയിട്ട് എടുത്തോട്ടെ. പ്രൈസിന്റെ കാര്യത്തിൽ ഓഫർ ഉണ്ട്. ഇനി നമ്മൾ കാണിക്കുന്നതേ നമുക്ക് കുറച്ച് ലോ കിലോമീറ്റർ മോഡൽ കൂടിയ വണ്ടി കാണിക്കാം. അതായത് ഇതും നിങ്ങൾ പ്രൈസ് കൂടുതലാണെന്ന് പറയരുത്. കാരണം മോഡൽ കൂടിയ വണ്ടി ലോ കിലോമീറ്റർ ആകുമ്പോൾ അതിന്റെ ബഡ്ജറ്റ് വരും. അപ്പൊ ഈ സാധാരണ നമ്മൾ 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷത്തിന്റെ വണ്ടി ഇപ്പൊ സ്റ്റോക്ക് നമ്മളടുത്ത് കമ്മിയാണ്. ഇതിന് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേന് ആ സാധാരണക്കാർക്കുള്ള വണ്ടിയാണ് 100% ഇവിടെ നിറച്ചിരിക്കും. അത് ഗ്യാരണ്ടി. ഇപ്പൊ കിട്ടിയില്ല. ഇപ്പൊ കാണിക്കുന്നത് നമുക്ക് വോൾസ്വാഗൺ ടൈഗൺ ഉണ്ട്, സ്കോഡ കുഷാക്ക് ഉണ്ട്, ഡിസയർ, അത്ര മോഡൽ വണ്ടികളൊക്കെ ആവശ്യം പരിചയപ്പെടും. തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഡെയിലി ക്ഷമിക്കണം. ഞാൻ പായാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇനി ഫോർച്യൂണറും മൈക്രോസ് ഒക്കെ ഉണ്ട്. അടുത്തത് ബെൻസിന്റെ ഒരു 7 സീറ്റർ ആണ്, മെഴ്സിഡസ് ബെൻസ് ജർമ്മൻ എലിഫന്റ്. അതെ, GL350. അതെ, തീർച്ചയായും 2014 മോഡൽ, കേരള വാൻ, ഒറിജിനൽ കേരള വാൻ, സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് കിലോമീറ്റർ 1,48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷേ ഫുള്ള് ബെൻസിന്റെ ഓതറൈസ്ഡ് ഷോറൂമിൽ സർവീസിൽ പോകുന്ന വണ്ടി, പ്രോപ്പർ ഇന്റർവെൽ സർവീസ് ഫുള്ള്. അതാണ് നമുക്ക് കസ്റ്റമർക്ക് എവിടെ ഷോറൂമിൽ ആളെയും കൊണ്ട് ചെക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്തെടുത്താൽ മതി. ഇവിടുത്തെ അടുത്ത് നമ്മളെ കോഴിക്കോട് ഷോറൂം ഉണ്ട്, ബ്രിഡ്ജ് വേണ്ട, അവിടെ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്തിട്ട് എടുത്താൽ മതി കസ്റ്റമർ. അത്രേ ഉള്ളൂ. അപ്പോൾ ഫുൾ ഹിസ്റ്ററി പോയ വാഹനമാണ്. അതെ. ഇത് കൺവേർഷൻ നടത്താൻ പറ്റുമോ പുതിയ ഷേപ്പിലേക്ക്? അതായത് ഇപ്പം നിലവിൽ അറിഞ്ഞോണ്ടിക്ക് ഏകദേശം ഒരു 1.25 കോടിയോളം നിലവിൽ റേറ്റ് വരുന്നുണ്ട്. ആ ഒരു ഷേപ്പിലോട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കൺവേർഷൻ ചെയ്യാം. ഏകദേശം ഇപ്പോൾ GLSലോട്ട് മാറ്റാം, മേബാക്കിലോട്ട് മാറ്റാം, എല്ലാ ടൈപ്പിലോട്ടും ഇതിനെ നമുക്ക് വേണമെങ്കിൽ കൺവേർഷനും ചെയ്യാം. ഇത് നമുക്കൊരു 32.5 ലക്ഷം രൂപ കൊടുക്കാം. 32,50,000 രൂപയ്ക്ക് 2014 മോഡൽ ഒറിജിനൽ കേരള കേരള GL350 നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇപ്പോൾ വരുന്ന വണ്ടിക്ക് എനിക്ക് തോന്നുന്നു 1 കോടി, 1 കോടി എന്നല്ല, 1.5 കോടി രൂപേൻ്റെ മേലെ ഇപ്പോൾ നിലവിൽ വില വരുന്നത്. GLS 400 ഒക്കെയാണ് പറയുന്നത്. ആ വണ്ടിക്ക് ഏകദേശം ആ റേഞ്ച് വില വരുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഒരു കാലത്തെ
സഫാരി കാസിൽ നിറച്ചുണ്ടായിരുന്ന ഒരു സെഗ്മെന്റാണ് ടൊയോട്ട ഇന്നോവ ഫോർച്യൂണർ എന്ന് പറയുന്നത്. നമ്മൾ തുടക്കകാലത്ത് വീഡിയോ ചെയ്യുമ്പോൾ ഈ രണ്ട് സാധനം വെച്ചിട്ടാണ് ടൊയോട്ട വണ്ടികളുടെ സ്പെഷ്യൽ ഫോർച്യൂണർ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അടുത്ത ചോദ്യം സഫാരി കാർസ് തന്നെ അല്ലേ ടീം ടെക് വീഡിയോ ചെയ്തതിന്റെ സഫാരി കാർസ് തന്നെ അല്ലേന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ വണ്ടികൾ ഇന്നോവ നമ്മളതിൽ വളരെ ഷോർട്ടാണ്. കാരണം വരുമ്പോഴത്തേന് ആളുകൾ കൊണ്ടുപോവാണ്. നമുക്കൊരു സ്റ്റോക്ക് ഇടാൻ നല്ലൊരു സമയം നമുക്ക് കിട്ടുന്നില്ല. എപ്പോഴും വാഹനം ഡൽഹിയിൽ പർച്ചേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളെ പഴയ വീഡിയോസിന് ഇപ്പോഴും കമന്റ് വരാം. ഇപ്പോഴും ആളുകൾ എങ്കോര് ആ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ആളുകൾ വിളിക്കുന്നുണ്ട്. നിങ്ങൾ 2016 ക്രിസ്റ്റ് കൊടുത്തു ചോദിച്ചു ഇപ്പോഴും വിളിക്കില്ല. ഒരു കൊല്ലത്തെ 2 കൊല്ലത്തെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടാണ് ആളുകൾ വിളിക്കാറ്. 4 കൊല്ലം മുന്നേ ഫസ്റ്റ് വീഡിയോ നമ്മുടെ വീഡിയോ അല്ലേ, അതാണ് ഭയങ്കര ഹൈപ്പ് കയറി ആ വീഡിയോ കണ്ട് ഇപ്പോഴും ആളുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നോവകളും ഫോർച്യൂണർ നമ്മളതിൽ വളരെ ഷോർട്ടാണ്. ഉണ്ടെങ്കിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിലോ ഒന്ന് എടുത്തു വെക്കാനോ കഴിയുന്നില്ല. സ്പോട്ട് ബുക്കിംഗ് പോകുന്നുണ്ട്. അതായത് ആദ്യം ഓൾറെഡി ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടാണ് ഇവർ കൊടുക്കുന്നത്. ഒന്നാമത് ഈ കാസർഗോഡ് നിന്ന് കണ്ണൂർ ലോങ് നിന്ന് വരുന്ന ആളുകൾ നമ്മൾ വിളിക്കാതെ വരുന്ന ആളുകൾക്ക് ഇന്നോവക്കും ഫോർച്യൂണറാണ് കാര്യമായിട്ട് വരിക. അവര് ഒന്ന് ബുക്ക് ചെയ്ത് പോകും. പിന്നെ അടുത്ത് വരുന്ന വണ്ടി നമ്മൾ ഡയറക്റ്റ് അവർക്ക് കൊടുക്കുക ചെയ്യാം. കാരണം ഒരു വണ്ടി എടുത്തു വെക്കാനോ ഇതാക്കാനോ സമയമില്ല. എന്നെ വിളിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട് സഫാരി വിളിച്ചിട്ടേ പോകാറുണ്ട്. എന്തായാലും വരുന്ന ആളുകൾ തീർച്ചയായിട്ടും വിളിച്ചിട്ട് വരാം. നമ്മൾ വിളിച്ചിട്ടില്ല എന്തായാലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റീപ്ലൈ എന്തായാലും ഉണ്ടാവും. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് 2013 മോഡൽ 14 രജിസ്ട്രേഷനിലെ 2 വീൽ ഓട്ടോമാറ്റിക് നിലവിൽ ഡൽഹി രജിസ്ട്രേഷൻ കണക്കുകളുണ്ട്. ഓക്കെ, ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഏകദേശം ഒരു 1.25 to 2 ഇടയിൽ ടാക്സ് വരും. നമുക്ക് വേണമെങ്കിൽ ഫുള്ള് ക്ലിയർ ആക്കി ഒരു 13.25 വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഏത് ആർ ടി ഓഫീസിൽ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. 2013 വണ്ടി 13,75,000 രൂപയ്ക്ക് കേരള ആക്കി. സോറി, 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസാണ് ഞാൻ പറഞ്ഞത്. NOC-യിലാണെങ്കിൽ നമുക്കൊരു 11.25 കൊടുക്കാം. 11.25 NOC-യിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം ലഭിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഇന്ത്യയുടെ മറ്റൊരു വണ്ടിയാണ് മഹീന്ദ്രയുടെ XUV 300. 300 ഏറ്റവും ടോപ്പ് എൻഡ് AMT ഗിയർ ബോക്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വണ്ടി. ഓക്കെ, ഇത് വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷൻ ആണ് വണ്ടി. അതായത് കേരള വണ്ടി അല്ല, വെസ്റ്റ് ബംഗാളാണ്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വെസ്റ്റ് ബംഗാൾ വണ്ടി എന്ന് വെച്ചാൽ ഇത് നമ്മളിവിടെ അടുത്തുള്ള വളാഞ്ചേരിയിലെ ഒരു കസ്റ്റമർ മൂപ്പർ അവിടെ ബിസിനസ്സിലുള്ള ആളാണ്. വെസ്റ്റ് ബംഗാൾ മൂപ്പർ പേരിൽ ഇറക്കിയ വാഹനമാണ്. മൂപ്പർ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനമാണ്. അപ്പോൾ മൂപ്പർ അവിടെ ബിസിനസ് നിർത്തി പോകുന്ന സമയത്ത് ആ വാഹനം കൊണ്ട് പോകുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ മൂപ്പര് പേരിൽ തന്നെയാണ് വാഹനം ഉള്ളത്. അപ്പോൾ ഇനി എടുക്കുന്ന ആളുകളെ പേരിലോട്ട് നമുക്ക് അല്ല, ഇപ്പോൾ നിലവിൽ സെക്കൻഡ് മൂപ്പര മോൾ ആരെ പേരിലോട്ട് മാറിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തേർഡ് ഓണർഷിപ്പിലോട്ട് ആരെ പേരിലോട്ടോ ആണെന്ന് നമുക്ക് NOC എടുത്തു കൊടുക്കാം. അന്ന് ഏകദേശം ഒരു 17-18 ലക്ഷം റുപ്യോളം അന്ന് ഓൺ റോഡ് പ്രൈസ്. 2020 മോഡൽ 21 രജിസ്ട്രേഷൻ. ചൈൽഡ് സേഫ്റ്റി എല്ലാം 5 സ്റ്റാർ എല്ലാം ഉണ്ട്. കമ്പനി റെക്കോർഡിന് 30,000 കിലോമീറ്റർ, ഡീസൽ ഏകദേശം ഒരു 17-18 കിലോമീറ്ററോളം മൈലേജും AMT കിട്ടും. ഓട്ടോമാറ്റിക് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഈ ഒരു ഗ്ലാസ് മാറിയിട്ടുണ്ട്. ആ ഷോറൂമിൽ മഹീന്ദ്രയിൽ ഹിസ്റ്ററിയിലുള്ളതാണ്. എത്രയിപ്പോൾ ഇപ്പോൾ നമുക്ക് ഫൈനലി NOC പ്രൈസ് പറഞ്ഞാൽ ഏകദേശം 9.25 ലക്ഷം റുപ്യ കൊടുക്കാം. ഞാൻ ആരെങ്കിലും പേരിലോട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 11.5 ലക്ഷം റുപ്യക്ക് നമുക്ക് ഓലെ പേര് രജിസ്റ്റർ ചെയ്ത് കേരള ടാക്സ് കൊടുക്കാം അല്ല. ഏത് NOC ഇപ്പോൾ എവിടെയെങ്കിലും എടുത്തോ? ഇല്ല, എവിടെ കൊടുത്തിട്ടില്ല. എടുക്കുന്ന ആളുകൾ പേരിലോട്ട് ആക്കി കേരളത്തിൽ ഏത് ആർ ടി ഓഫീസ് ആണെന്നുണ്ടെങ്കിൽ ഓലെ പേരിൽ അവിടെ രജിസ്റ്റർ ചെയ്താണെങ്കിൽ നമുക്ക് 11.25 ലക്ഷം റുപ്യ കൊടുക്കാം. മൈക്രോ SUV കൈകറാണ്. ഒരു SUV വന്നാണ് പുടും ചെയ്തിരിക്കണേ. എന്നാൽ മറ്റേ പൊന്തും ചെയ്ത് കാരണം ലോ കിലോമീറ്റർ 31,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് RXZ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. മോഡല് 2021 മോഡൽ. 21 12 മാസം വണ്ടി. 12 മാസം ലാസ്റ്റിലേക്കാണ്. 21 ലാസ്റ്റിലേക്ക് നോർമൽ ഔട്ടാണ് ഈ ഒരു 24 ഏകദേശം. ഓക്കെ, നമുക്ക് 7,70,000 റുപ്യക്ക് ഫൈനൽ കൊടുക്കാം. 7.25 ലക്ഷം. അത്യാവശ്യം മൈലേജ് ഓട്ടോമാറ്റിക്. ഒരു 16-17 മൈലേജ് കിട്ടും. യൂസിങ്ങിനൊക്കെ ഒരു പറ്റിയ വണ്ടിയാണ്. അത്യാവശ്യം ലുക്കും ഉണ്ട്. നല്ലൊരു കളറുമാണ്. ഒരു ബ്ലൂ കളറിൽ നല്ലൊരു SL കളറുമാണ്. തീർച്ചയായും. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്, AMT ആണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. നല്ല മൈലേജ് ഉള്ള ഒരു കോമ്പാക്ട് സെഡാൻ വേണോ? ഇതാ എടുക്കാൻ പറ്റിയ ഒരു മുതലാണ്. ഡിസയർ ആണ്, ഡീസൽ ആണ്. അതും ന്യൂ ഷേപ്പ് ഡിസയർ. ഷോറൂം പോയി കഴിഞ്ഞപ്പോൾ കിട്ടൂല. ഇല്ല, പെട്രോൾ വണ്ടികൾ മാത്രമേ കൊടുക്കുള്ളൂ. ഇത് ZDI പ്ലസ് 2017 മോഡലിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ ബമ്പർ കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്ത് ഒക്കെ ഫുള്ള് മാറിയിരിക്കുന്നത് ഫുള്ള് ഷോറൂം തന്നെയാണ്. പുറത്തൊന്നും ചെയ്തിട്ടില്ല. നമുക്കിപ്പോൾ റേറ്റ് വരുന്നത് 6,70,000 റുപ്യ കൊടുക്കാം. 6.25 ലക്ഷത്തിന് 2017 ZDI പ്ലസ് 20 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് ഫുള്ള് കമ്പനി റെക്കോർഡുള്ള വണ്ടിയാണ്. സർവീസ് ആണ്. അതിൽ ഒന്നും പെൻഡിങ്ങിലില്ല. സർവീസും കാര്യങ്ങളൊന്നും പെൻഡിങ്ങിലില്ലാത്തൊരു വണ്ടി. 20 above മൈലേജ്, അതാണ് ഹൈലൈറ്റ് അല്ലേ? അതെ. ഓക്കെ, അടുത്തൊരു സെഡാൻ വാഹനമാണ് ടൊയോട്ടയുടെ അൾട്ടിസ്. മെയിൻ്റനൻസ് വളരെ കുറഞ്ഞൊരു പെട്രോൾ സെഗ്മെന്റ് വാഹനമാണ് അല്ലേ? എപ്പോഴും നമ്മൾ വാങ്ങണം എന്ന് കരുതി കഴിഞ്ഞാൽ
ഈ ഒരു മോഡലിന് കിട്ടൂല. പെട്രോളിൽ കൊറോള അൾട്ടീസ് ഓട്ടോമാറ്റിക് വളരെ കുറഞ്ഞ വണ്ടികളുള്ളൂ ഈ ഒരു ഷേപ്പിൽ ഓട്ടോമാറ്റിക്. പെട്രോൾ മൈലേജിന്റെ ഒരു കുറവ് മാത്രം ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൂ. ഏകദേശം ഒരു 10 കിലോമീറ്റർ മൈലേജ് ഓട്ടോമാറ്റിക് കിട്ടും. ബാക്കിയുള്ള മെയിൻ്റനൻസ് ആണെങ്കിലും യാത്രാ കംഫർട്ട് ആണെങ്കിലും ഓടിക്കാനാണെങ്കിലും ഒക്കെ എല്ലാം ഓക്കെ. 2014 മോഡൽ 15 രജിസ്ട്രേഷൻ ഒറിജിനൽ കേരള വാഹനം. ഓക്കെ. അത് ഓണർഷിപ്പ് നിലവിൽ തേർഡ് ആയിട്ടുണ്ട്. 1,60,000 കിലോമീറ്റർ. 160 കോടി. ടൊയോട്ടയാണ്. ടൊയോട്ടയുടെ ലൈഫ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല. എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ. ഇതിൽ വേറെ പരിക്കോ കാര്യങ്ങളോ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ചെറിയ റീപെയിന്റ് ടച്ചപ്പ് കാര്യങ്ങളുണ്ട്. 2014 വണ്ടിയല്ലേ. ഓക്കെ. ഇതിപ്പോ എത്രക്കാ? ഇതിപ്പോ നമുക്ക് ഫൈനൽ നമുക്കൊരു 7,90,000 റുപ്യ കൊടുക്കാം. 7,90,000 ഒരു അടിപൊളി പവർഫുൾ സെഡാൻ വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഓപ്ഷൻ വണ്ടി VL ആണ് കൊണ്ടുപോകാം നിങ്ങൾക്ക് അല്ലേ. ഓക്കെ. ഫോക്സ് വാഗൺ ടൈഗൺ ആണ്. ടൈഗണിന്റെ ഒരു ഐക്കോണിക് കളർ. വണ്ടി ഇറങ്ങുമ്പോൾ പരസ്യത്തിലൊക്കെ ഉണ്ടായിരുന്ന കളറാണ് അല്ലേ. നമ്മൾ 2 വണ്ടി ഇപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ കണ്ടു വന്നു. പോയി വണ്ടി 1 ലിറ്റർ മാനുവൽ ആയിരുന്നു. അതായത് നേരെ ഓപ്പോസിറ്റ് 1.5 GT പ്ലസ് ഓട്ടോമാറ്റിക് DST വണ്ടി. ഏറ്റവും ടോപ്പിന്റെ DST ഗിയർ ബോക്സിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ വരുന്ന വാഹനമാണ് അല്ലേ. അറിയില്ല ഇത്രയും പവർഫുൾ എഞ്ചിനാണ്. 1.5 GT പ്ലസ് പറഞ്ഞാൽ ഒന്നാമത് വോക്സ് വാഗൺ അറിയുന്ന ആളുകൾക്ക് നമ്മൾ തൈഗോൺ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഓക്കെ. അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു വാഹനമാണ്. ഇത് മാത്രമല്ല ഒരു കുഷാക്കും നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വെറും 24,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ. മോഡല് 2021 മോഡൽ 22 രജിസ്ട്രേഷൻ. അത് ഏകദേശം ഇപ്പം നിലവിൽ 25 ലക്ഷം റുപ്യൻ്റെ അടുത്ത് വരെ ഇപ്പം നിലവിൽ ഷോറൂം പ്രൈസ് വരുന്ന വില തന്നെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഇതിന് വില കൊടുക്കുന്നത് വെറും 16,70,000 റുപ്യ കൊടുക്കണം. 16.25 ലക്ഷത്തിന് വെറും 24,000 രൂപ വണ്ടി. 24,000 കിലോമീറ്റർ മാത്രം ഓടിയ 21 മോഡൽ 22 രജിസ്ട്രേഷൻ വരുന്ന GT പ്ലസ് ടൈഗൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓട്ടോമാറ്റിക് വാഹനമാണ്, ഒന്നും പറയാനില്ല. എടുക്കാൻ വരുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് ഷോറൂമിലോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ അതിനേക്കാൾ സ്പീഡിൽ ഇങ്ങോട്ടൊന്ന് ഇതെടുത്ത് പോകും. കാരണം പുതിയ വണ്ടിന്റെ വില അത്രത്തോളം കൂടുതലാണ്. 26 ലക്ഷം റുപ്യൻ്റെ അടുത്ത് ഓണർ റേറ്റ് വരുന്നുണ്ട് ഈ വണ്ടി വരുന്നുണ്ട്. എങ്ങനെയാലും 8 ലക്ഷം റുപ്യൻ്റെ ലാഭം സ്കോഡ കുഷാക്കാണ് അടുത്തത്. നമ്മൾ നേരത്തെ ടൈഗോൺ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കുഷാക്ക് പറഞ്ഞോളൂ. അത് സെയിം ടൈഗോണിന്റെ ഒരു അപരൻ. അതെ. 1.5 മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. 1 ലിറ്റർ 1.5 മാനുവൽ. അത് ഓടിക്കപ്പോൾ GT പ്ലസ് പറഞ്ഞ പോലെ തന്നെ മാനുവൽ ഭയങ്കര പവറുള്ള വണ്ടിയാണ്. ഓക്കെ. മോഡൽ 2021 മോഡൽ 22 രജിസ്ട്രേഷനിലെ വണ്ടി. കിലോമീറ്റർ ആകെ 19,000 കിലോമീറ്റർ. ഫുൾ സ്കോഡന്റെ സർവീസുള്ള വണ്ടി. ലാസ്റ്റ് സർവീസ് 20,000 സർവീസ് ഇപ്പോൾ ഷോറൂമിൽ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവോ? അല്ല, 4 വർഷം വാറണ്ടി ഉണ്ടാവും. അപ്പോൾ 26 വരെ വാറണ്ടി ഉണ്ടാവും. അണ്ടർ വാറണ്ടി, കമ്പനി വാറണ്ടി ഉള്ള വാഹനമാണ്. ഓക്കെ. ഒന്നും 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ധൈര്യമായിട്ട് എടുക്കാം അല്ലേ. ഒന്നും നോക്കാനില്ല. ഇതും അതിന്റെ സെയിം പറഞ്ഞ മാറ്റി ഏകദേശം 24 ലക്ഷം റുപ്യന്റെ മേലെ നിലവിൽ ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് റേറ്റ് വരുന്ന വണ്ടിയാണ്. ഇതിപ്പോ ഇവിടെ എത്ര? 14,70,000 റുപ്യ കൊടുക്കും. 14.25 ലക്ഷം രൂപയ്ക്ക് 2021 മോഡൽ 22 രജിസ്ട്രേഷൻ 1.5 ലിറ്റർ 19,000 രൂപയുടെ സ്കോഡ കുഷാക്ക് സ്വന്തമാക്കാം. ഓക്കെ. ഇന്നത്തെ അവസാനത്തെ വാഹനം ഹോണ്ട ജാസ് ആണ്. എങ്ങനെ ഡീറ്റെയിൽ? 2016 മോഡല് 66,000 കിലോമീറ്ററുടെ തേർഡ് ഓണർഷിപ്പ് ആണ്. ലോ കിലോമീറ്റർ ആണ് ഓടിയത്. തേർഡ് ഓണർഷിപ്പ്. നമുക്ക് ടീം ടെക്കിന്റെ പ്രേക്ഷകർക്ക് ഫൈനൽ നമുക്ക് 4,90,000 രൂപ കൊടുക്കാം. ഒരു 16 ജാസ് പെട്രോൾ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓപ്ഷൻ ഏതാ? വി. അത് ബട്ടൺ സ്റ്റാർട്ട് വരില്ല. ബാക്കിയുള്ള ഇത് എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും. 60 66 ഓടി 66,000. ഓക്കെ. വി ഓപ്ഷൻ ആണ്. ഫുള്ളിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ ആണ്. അലോയ്സും കാര്യങ്ങളും എല്ലാം വരും. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ബാക്കിയുള്ള പുഷ്പട്ടം വരുന്നില്ല. ബട്ടൺ സ്റ്റാർട്ട് വരില്ല. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരും. ബാക്കിയെല്ലാം വരുന്നുണ്ട്. ഓക്കെ. 4,90,000 റുപ്യക്ക് ഫൈനൽ കൊടുക്കാം. 4,90,000 ഫൈനലാണ്. നല്ലൊരു അടിപൊളി റേറ്റ് ആണ്. വലിയ ഓട്ടം പോയിട്ടില്ല. മെയിൻ്റനൻസും കുറവായിരിക്കും. എനിക്ക് തോന്നുന്നു മൈലേജ് ഒരു 12 മുതൽ 16 വരെ മൈലേജ് കിട്ടും. പിന്നെ കറക്റ്റ് കമ്പനി റെക്കോർഡ് ഉള്ളതുണ്ട്. 60,000 സർവീസ് ഒക്കെ ഷോറൂമിൽ നിന്ന് മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും. ഡ്രൈവ് ചെയ്യാനുള്ള സ്മൂത്തും കൂടും. ഫാമിലി ചെറിയൊരു ഫാമിലി യൂസർ കാർ പറ്റിയ വണ്ടിയാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവസാനത്തെ വണ്ടിയായിരുന്നു. ഇനി പുതിയ സ്റ്റോക്ക് വീണ്ടും തീർച്ചയായിട്ടും അടുത്ത വരവിൽ ടീം ടെക്കിന്റെ പ്രേക്ഷകർ തീർച്ചയായിട്ടും സഫാരി കാർസ് ചെറിയ വാഹനങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും നിറച്ചിരിക്കും. തീർച്ചയായും ചെറുത് മാത്രമല്ല, നമ്മളെല്ലാം കൊണ്ടുവരും. ഓക്കെ. എല്ലാം ഉണ്ടാവും. അപ്പോൾ അടുത്ത മാസം നമുക്ക് കാണാം. അത്രേ ഉള്ളൂ. അപ്പോൾ ചാനലിലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അതേപോലെ തന്നെ സഫാരി കാസിൻ്റെ ചാനലുണ്ട്, അതും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ അതിൽ ലഭിക്കുന്നതാണ്. ഇവരുടെ കംപ്ലീറ്റ് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഇവരുടെ ആപ്പ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു. അഫാൽക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതിലും ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും. വരുന്നവരെന്തായാലും വിളിച്ചിട്ട് കൺഫേം ആക്കിയിട്ട് വരിക. വണ്ടി ഉണ്ടാവില്ല ചിലപ്പോൾ. നമ്മളെ പ്രേക്ഷകർ എന്ന് വെച്ചാൽ തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് നിങ്ങളെ പ്രേക്ഷകർ ഫുള്ള് നമുക്ക്
കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, തിരുവനന്തപുരം ആ സൈഡിൽ നിന്ന് ഒന്നൊക്കെ വിളിക്കാതെ വന്നു കഴിഞ്ഞാൽ സങ്കടം നമുക്കാണ്. അപ്പം എന്തായാലും വിളിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് വണ്ടി ഉണ്ടോ എന്നുള്ള കൺഫേം ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. ബൈ.